ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമാണ്? മത്സ്യത്തിൻ്റെ ശരീരഭാഗങ്ങൾ ഏതെല്ലാമാണ്? മത്സ്യത്തെ നിരീക്ഷിക്കൂ. മത്സ്യങ്ങളുടെ ആകൃതി എങ്ങനെയുള്ളതാണ്? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്തിട്ടല്ലേ കാണുന്നത്? മത്സ്യങ്ങളെ തുഴയുന്നതിന് സഹായകമാകുന്നത് ഏത് ഭാഗമാണ്? മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതാണ്? മത്സ്യത്തിൻ്റെ ചെതുമ്പലുകൾ നിരനിരയായി ക്രമീകരിച്ചിരിക്കുന്നത് നോക്കൂ. മത്സ്യത്തിന് ജലജീവിതത്തിന് സഹായകമായ ശാരീരിക സവിശേഷതകളും പ്രത്യേകതകളും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയല്ലോ. മത്സ്യത്തിന് ജലജീവിതത്തിന് സഹായിക്കുന്ന അനുകൂലനങ്ങളെ ഇങ്ങനെ ക്രോഡീകരിക്കാം. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, ശകുലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കാൻ കഴിയുന്നു, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, നിരനിരയായി ക്രമീകരിക്കപ്പെട്ട ശൽക്കങ്ങൾ, ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവ ഇല്ലാത്തതിനാൽ ജലത്തിലൂടെ തടസ്സമില്ലാതെ നീന്താൻ കഴിയുന്നു. ഈ സസ്യങ്ങളെ നിരീക്ഷിക്കൂ. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ചെടികൾക്കുള്ളത്? മരുഭൂമിയിലെ സസ്യങ്ങളാണിവ. മരുരോഹങ്ങൾ എന്നും അറിയപ്പെടുന്നു. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകൾ ഉള്ളതോ മുള്ളുകളുള്ളതോ ആകാം. അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ്. തണ്ടുകളിൽ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള ഇവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും. മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ സാധ്യമാക്കുന്നു. മരുഭൂമിയിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നമുക്കിങ്ങനെ ക്രോഡീകരിക്കാം. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലകൾ ഇല്ലാത്തതോ ചെറിയ ഇലകൾ ഉള്ളതോ ആണ്. മുള്ളുകൾ ഉള്ള സസ്യങ്ങളും ഉണ്ട്. പച്ചനിറമുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം സംഭരിച്ചു വയ്ക്കുന്നു. തണ്ടുകൾക്ക് മെഴുകുപോലുള്ള ആവരണം ഉണ്ട്. തണ്ടുകളിലെ ആവരണം ജലനഷ്ടം തടയാൻ സഹായിക്കുന്നു. വേരുകൾ മണ്ണിലേക്ക് വളരെയധികം ആഴത്തിൽ ആഴ്ന്നിറങ്ങുവാൻ കഴിവുള്ളവയാണ്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ചില സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? എങ്കിൽ പറയൂ, അനുകൂലനം എന്നാൽ എന്താണ്?
സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ: വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇലകൾ, മെഴുകുപോലുള്ള വസ്തു കൊണ്ടുള്ള ആവരണം, നീളമുള്ള തണ്ടുകൾ, വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല, തണ്ടിലും ഇലകളിലും വായു അറകൾ. തവളയുടെ അനുകൂലനങ്ങൾ: വെള്ളത്തിനുള്ളിൽ ശ്വസിക്കാൻ കഴിയുന്നു, വഴുവഴുപ്പുള്ള ത്വക്ക്, ബലമേറിയ പിൻകാലുകൾ കൊണ്ട് വേഗത്തിൽ തുഴയാൻ കഴിയുന്നു, ചർമ്മബന്ധിതമായ വിരലുകൾ, വെള്ളത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും നന്നായി കാണാൻ കഴിയുന്നു.